ഹലോ ഗൈസ്, അങ്ങനെ അനീഷ് ഏട്ടൻ സൂപ്പർ സ്റ്റാറായി ഗൈസ്. ബിഗ് ബോസ് തന്നെയാണ് അനീഷ് ഏട്ടനെ സൂപ്പർ സ്റ്റാർ ആക്കിയത്. തീർച്ചയായിട്ടും 100 ദിവസം കഴിഞ്ഞ് കപ്പുമായിട്ട് എങ്ങനെയാണ് അദ്ദേഹം ഇറങ്ങി വരുന്നത്, അതിൻ്റെ ഒരു മിനിയേച്ചർ ഒരു രംഗമാണ് നമുക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണാൻ സാധിച്ചത്. എന്താണെന്നല്ലേ എല്ലാം പറയാം. ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ഇവർക്കൊരു ടാസ്ക് കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ അകത്ത് കൺഫ്യൂഷൻ റൂമിൽ വിളിച്ച് അവർക്കൊരു ജ്യൂസ് കൊടുക്കും. ആ ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു സൂപ്പർ പവർ കിട്ടും ആ വ്യക്തിക്ക്. ആ സൂപ്പർ പവർ ഈ ഹൗസ് മേറ്റ്സ് പുറത്തുള്ളവർക്ക് ഒരു ക്ലൂ ആയിട്ട് ഇവിടെ കൊടുക്കും. അപ്പോൾ ആ കൊടുക്കുന്നത് അകത്തിരുന്ന് ജ്യൂസ് കുടിച്ചിട്ട് വരുന്ന ആരാണോ ജ്യൂസ് കുടിച്ചിട്ട് വരുന്ന ആ വ്യക്തി ഇവരുടെ പെരുമാറ്റവും ഇവരുടെ ബിഹേവിയറൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന് കിട്ടിയ സൂപ്പർ പവർ, പിന്നെ മാന്ത്രികതയിൽ കിട്ടിയ സൂപ്പർ പവർ എന്താണെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം ജയിച്ചു. അതാണ് ടാസ്ക്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് അനീഷ് ഏട്ടനെയാണ് വിളിച്ചത്. അനീഷ് ഏട്ടൻ ഒരു ഓറഞ്ച് ജ്യൂസാണെന്ന് തോന്നുന്നു, കളർ കണ്ടിട്ട് എനിക്ക് ഓറഞ്ച് ജ്യൂസ് ആയിട്ടാണ് തോന്നിയത്. അത് കൊടുത്തു. അദ്ദേഹം അത് കണ്ടിട്ട് അപ്പം ബിഗ് ബോസ് കുറച്ച് ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടി, അനീഷ് ഇതിനകത്ത് ഭയങ്കര മാന്ത്രികതയുണ്ട്, ഇത് കുടിച്ചു കഴിഞ്ഞാൽ അനീഷ് ഒരു സൂപ്പർ പവർ കിട്ടും, ഭയങ്കര ഒരു മാജിക്കൽ ഒരു ജ്യൂസാണ് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അനീഷേട്ടന് ഒരു ടെൻഷൻ, ഇത് കുടിച്ചാൽ വല്ല കുഴപ്പമാവോ, ഇനി മദ്യമോ വല്ല ചാരായോ ഒക്കെ ആണോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ, അല്ല ആൽക്കഹോളം കാണാൻ കലർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു മുഖത്ത്. ആ ടെൻഷൻ കറക്റ്റായിട്ട് പ്ലാസ്മ ടി വിയിലും ഹൗസ് മേറ്റ്സ് കാണുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഹൗസ് മേറ്റ്സ് ആദ്യമായിട്ടാണ് അനീഷ് ഏട്ടനെ കൺഫെഷൻ റൂമിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു ഫേസിൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് ഈ ഹൗസ് മേറ്റ്സിന് തന്നെ ഒരു നിഷ്കളങ്കത്വം ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളി അങ്ങനെയാണ്, പുള്ളി ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള, നാട്ടിൻപുറത്ത് ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള പേഴ്സണാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, ഇന്ത്യയുടെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും ജോലി ചെയ്തിട്ടുള്ള ആളൊക്കെയാണ്, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ പുള്ളിക്ക് ആ നാട്ടിൻപുറത്തിൻ്റെ, തൃശ്ശൂരിൻ്റെ ആ ഒരു നാട്ടിൻപുറത്തിൻ്റെ നിഷ്കളങ്കതയാണ്. അതൊക്കെ ആ ഒരു ക്യാമറയുടെ മുന്നിൽ നമ്മളത് കാണുന്നുണ്ട്. പ്രേക്ഷകരത് കണ്ടിട്ടാണല്ലോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ ജെനുവിനാലിറ്റി, അദ്ദേഹത്തിൻ്റെ ട്രൂത്ത്ഫുൾനെസ്, അതുപോലെ തന്നെ പരദൂഷണം പറയാത്ത ഒരു കാഴ്ചപ്പാടും വ്യക്തമായിട്ടുള്ള നിലപാട്, ഇതൊക്കെയാണല്ലോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാനുള്ള കാരണം. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഒന്ന് രണ്ട് കാര്യം റെപ്പിറ്റീഷൻ, ഇങ്ങനെ വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നമുക്ക് ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ബാക്കിയെല്ലാം ഇഷ്ടമാണ്. ജെന്യുവിനായിട്ട് കളിക്കുന്ന ഒരു റിയൽ ഗെയിമറാണ്. പിന്നെ ടാസ്കുകളെല്ലാം 100% ചെയ്യും. അപ്പോൾ എന്തായാലും പുറത്തിരുന്ന ഹൗസ് മേറ്റ്സ് അദ്ദേഹത്തിൻ്റെ ഓരോ എക്സ്പ്രഷൻസും എൻജോയ് ചെയ്യണം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് എൻജോയ് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എന്താ അനീഷ് കുറേശ്ശെ കുടിക്കുന്ന, ടെൻഷനുണ്ട് അനീഷ്, ധൈര്യമായിട്ട് കുടിച്ചോളൂ, ഒരു കുഴപ്പമില്ല, ഭയങ്കര മാന്ത്രിക ശക്തി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പാവത്തെ ടെൻഷൻ അടിച്ചാണ് കുടിച്ചപ്പോൾ ഇവരൊക്കെ ഇരുന്ന് ഇങ്ങനെ അന്തം വിടുന്നു. സത്യം അക്ബറൊക്കെ ചിരിക്കുന്നുണ്ട്. കാരണം അവർക്ക് തന്നെ ഭയങ്കര ചിരി വരുന്നു, ഷാനവാസിന് ചിരി വരുന്നു, ഇവൻ്റെ അനീഷേട്ടൻ്റെ ഓരോരോ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ. അപ്പം കണ്ടിട്ട് ഇവ ഇങ്ങനെ ആയിരുന്നു, ഇവ യഥാർത്ഥത്തിൽ ഇങ്ങനെ ആണോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ, ഒരു തോന്നൽ അവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അവരും എൻജോയ് ചെയ്തു, പുറത്തുള്ളവരും. എന്തായാലും അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഗെയിമർ, കപ്പ് വാങ്ങിച്ച് എങ്ങനെ ഒരു ബിഗ് ബോസ് സീസൺ 7 വിന്നറായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന സ്വാഗതം, അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഇവിടെ എനിക്ക് ഈ ഹൗസിനുള്ളിൽ കാണാൻ കഴിഞ്ഞത്. ബിഗ് ബോസ് അറിഞ്ഞ് തന്നെ കൊടുത്തതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഈ കൺഫെഷൻ റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ ഹൗസ് മേറ്റ്സ് സത്യം പറഞ്ഞാൽ കൊളാക്കി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ടാസ്ക് ഒരിക്കലും അദ്ദേഹം ജയിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇവർ ഒരാൾ വന്ന് കയറുമ്പോൾ പിന്നെ അവരെങ്ങനെയാണ് പെരുമാറേണ്ടതെന്നില്ല, ഇവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പെരുമാറുന്നു. പക്ഷേ സൂപ്പർ സ്റ്റാർ എന്ന് പറയിക്കണമെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ, പുള്ളിക്ക് സൂപ്പർ സ്റ്റാർ എന്ന പദവിയാണ് കൊടുത്തത്. പുള്ളിക്ക് അറിയില്ല. അപ്പോൾ ഇവർ കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് സാർ വരൂ സാർ ഒന്ന് സെൽഫി എടുക്കട്ടെ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് കൂടി, സാർ ഒരു ഓട്ടോഗ്രാഫ് തരൂ സാർ, ഓട്ടോഗ്രാഫ്. അപ്പോൾ തന്നെ മനസ്സിലായി എന്തോ ഒരു ഫിലിം സ്റ്റാർ ആണെന്ന്. കാരണം ഒരു ഫിലിം സ്റ്റാറിൻ്റെ അടുത്ത് മാത്രമേ അങ്ങനെ ആൾക്കാർ ചെയ്യൂ. സത്യം പറഞ്ഞാൽ അനീഷേട്ടൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത്, ഭയങ്കര സന്തോഷത്തിൽ. കാരണം അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് നേരമെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ ആയല്ലോ. എല്ലാവരും ഭയങ്കര സന്തോഷം. ഈ ഹൗസ് മേറ്റ്സ് മുഴുവൻ ഈ അയാൾക്കെതിരെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞ, അയാൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അപ്പം തന്നെ അയാളെ കടിച്ചു കീറാൻ ചെല്ലുകയും, അതാണ് അയാൾ വാ തുറന്ന് ഒരു അക്ഷരം മിണ്ടിയാൽ മതി, തീർന്നു. പിന്നെ അയാൾ ഒരു 100 വട്ടം അത് പറയിപ്പിക്കുന്നത് ഇവർ തന്നെയാണ്. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പറഞ്ഞ് അയാൾ തീരുമ്പോഴത്തേക്ക് ഇവരത് വീണ്ടും പറയുമ്പോൾ അയാൾ ഒരു 1000 പ്രാവശ്യം അത് ആവർത്തിക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കരമായ സ്നേഹം. സാർ ഒന്ന് തൊട്ടോട്ടെ സാർ, ഒരു ഉമ്മ വെച്ചോട്ടെ സാർ, കയ്യിലൊന്ന് പിടിച്ചോട്ടെ സാർ. എപ്പോൾ തന്നെ പുള്ളിക്ക് കാര്യം മനസ്സിലായി ഏതൊരു ഫിലിം സ്റ്റാറാണ്. പക്ഷേ അതിന് പുള്ളിക്ക് തന്നെ ഒരു സംശയം തോന്നിയ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അനിമോൾ ഉടനെ പറഞ്ഞു, സാർ 2 വരി പാട്ട് പാടാമോ സാറിന്. അപ്പോൾ ഉടനെ പുള്ളിക്ക് ഒരു സംശയം, പാട്ടുകാരനെങ്ങാണോ ഇനി. അപ്പോൾ പറഞ്ഞു, എൻ്റെ തൊണ്ട വയ്യ, ഞാൻ ഒരുപാട് പാടിയിട്ടുണ്ട്. അപ്പോൾ പറയും, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഇഷ്ടംപോലെ പാട്ട് സാർ പാടിയിട്ടുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പോൾ പുള്ളിക്കൊരു സംശയം, അയ്യോ പാട്ടുകാരനാണോ അതോ ഫിലിം സ്റ്റാർ
സ്റ്റാറാണോ പാട്ടുകാരനാണോ? അപ്പോൾ രണ്ടിലും ഒരു കൺഫ്യൂഷനായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പൊട്ടൻ നിവിൻ ഉണ്ടല്ലോ, നിവിൻ പറയുക, സർ ഒന്ന് ടച്ചപ്പ് ചെയ്തോട്ടെ സർ, ഞാൻ മേക്കപ്പ് മാനാണ് സർ, ഞാൻ ടച്ചപ്പ് ചെയ്യട്ടെ സർ, സർ സ്വെറ്റ് ചെയ്യുന്നു, ഞാൻ ടച്ചപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഉടനെ അനീഷേട്ടന് മനസ്സിലായി ഇത് പിന്നെ ഫിലിം സ്റ്റാറുകാരനാണ്. കാരണം ഒരു പാട്ടുകാരനെ വന്ന് എപ്പോഴും പിന്നെ എല്ലാവരും സെൽഫി എടുക്കാൻ വരുന്നു. അതുപോലെ തന്നെ ഷാനവാസ് മകൾക്ക് ബർത്ത്ഡേ ആശംസ ഒന്ന് പറയുമെന്ന് ചോദിക്കുന്നു. ഞങ്ങൾ സാറിനെ വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് ക്ലൂകൾ ഇവർ കൊടുത്തു. ഇവർക്ക് അഭിനയിക്കാനായിട്ട് അത്ര വശമില്ലാത്ത രീതിയിൽ കൊടുത്തു. അതിനുശേഷം ബിഗ് ബോസ് ചോദിച്ചപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു, എനിക്ക് 2 കാര്യത്തിലാണ് സംശയം, ഒന്നിൽ ഫിലിം സ്റ്റാർ അല്ലെങ്കിൽ പാട്ടുകാരൻ. സോറി. അപ്പോൾ ഉടനെ ബിഗ് ബോസ് പറഞ്ഞു ഏതെങ്കിലും ഒന്ന് പറയാൻ. അപ്പോൾ ഉടനെ പറഞ്ഞു ഫിലിം സ്റ്റാർ ആണെന്ന്. അങ്ങനെ എന്തായാലും അനീഷേട്ടനാണ് ആ ഒരു ടാസ്ക് ജയിച്ചത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം തന്നെ പറയും തോന്നി, പക്ഷേ പിന്നീട് ആ പാട്ട് അനുമോൾ കൊണ്ടുവന്ന് ആ പാട്ട് നിട്ടപ്പം പുള്ളിക്ക് ആ ഒരു കൺഫ്യൂഷൻ അടിച്ച്. അതിനുശേഷം പിന്നെ അനുമോളാണ് വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു പദവി എങ്ങനെ ആസ്വദിക്കാമോ? അദ്ദേഹം ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 വിന്നറായി കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. കാരണം ആദ്യമായിട്ടാണ് ഒരു കോമണർ കപ്പ് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സൂപ്പർ സ്റ്റാർ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് കിട്ടി.